മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വി.ഡി. സതീശൻ കഴിഞ്ഞ സഭയിൽ നിന്ന് ഇരന്ന് ബി.ജെ.പിയോട് അടിവാങ്ങാനുള്ളൊരു ഏർപ്പാടുമായിട്ട് രംഗത്തെത്തിയിരുന്നു. ബി ഗോപകുമാറിന് സീനിയോറിറ്റി ഉണ്ടോ? രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും അല്ലായിരുന്നോ സീനിയോറിറ്റി? എന്നിട്ട് ആരാണ് മുമ്പിലിരിക്കുന്നത് എന്നൊക്കെ സതീശൻ ചോദിച്ചിരുന്നു. അപ്പോഴേ നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞതാണ് ഇതിന് മറുപടിയുമായിട്ട് ബി ഗോപകുമാർ രംഗത്തെത്തും എന്നുള്ളത്. ഏതായാലും സതീശൻ ഇരന്ന് വാങ്ങിയത് സതീശന്റെ മണ്ടക്ക് നോക്കി തന്നെ ബി ഗോപകുമാർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥന ബില്ലിനെ എതിർക്കുന്നു. ഇവിടെ 3 അംഗങ്ങളെ മറുഭാഗത്ത് എത്രമാത്രം ഭയക്കുന്നു എന്ന് അവരുടെ ചർച്ചയിൽ വ്യക്തമായി. അവർ ഭയക്കുന്നത് ബംഗാളിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം അധികാരത്തിൽ വരുമോ എന്ന ഭയമായിരിക്കും അവർക്കുള്ളത്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്തതിനെയാണ് അവർ ബഹുമാനപ്പെട്ട ഒരു അംഗം ഒരു അഭിപ്രായ പ്രകടനം നടത്തി. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങളുടെ പാർട്ടിയുടെ മെജോറിറ്റിയും സീനിയോറിറ്റിയും പരിഗണിച്ചിട്ടാണോ പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്തത്, അതോ നിങ്ങളുടെ മുന്നണിയുടെ മൈനോറിറ്റിയുടെ അഭിപ്രായമാണോ നിങ്ങൾ നടപ്പിലാക്കിയത് പാർലമെന്ററി പാർട്ടി ലീഡറെയും മുഖ്യമന്ത്രിയെയും തിരഞ്ഞെടുക്കാൻ? അത് നിങ്ങളൊന്ന് വ്യക്തമാക്കിയിട്ട് ഇപ്പുറത്തുള്ള 3 പേരെ കുറിച്ച് കുറ്റം പറയുന്നതായിരിക്കും നല്ലത്. ഇതിനെയാണ് നമ്മൾ ഇരന്ന് വാങ്ങിക്ക എന്ന് പറയാ. സതീശൻ ഇരന്നതാണ്. ബി ഗോപകുമാർ മോന്തക്ക് തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോ എങ്ങനെയുണ്ട്? കോൺഗ്രസില് ജനാധിപത്യം ഉണ്ടായിരുന്നോ? ഈ പറയുന്ന വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ KC വേണുഗോപാലിനല്ലായിരുന്നോ 44 MLA-മാർ കോൺഗ്രസ് MLA-മാർ പിന്തുണച്ചിരുന്നത്? അതായത് കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷവും പിന്തുണച്ചിരുന്നത് KC വേണുഗോപാലിനെ. എന്നാൽ എങ്ങനെയാ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ടുള്ളത്? നിങ്ങളുടെ മുന്നണിയിലെ ബി ഗോപകുമാർ എടുത്തു പറയുന്നു, നിങ്ങളുടെ മുന്നണിയിലെ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ടായതുകൊണ്ടല്ലേ, മുസ്ലിം ലീഗ് തീരുമാനിച്ചത് കൊണ്ടല്ലേ. വെറും ഈ UDF-ൽ 22 വലുത്, 44 അല്ല. കോൺഗ്രസ് MLA-മാർക്ക്, അതായത് UDF-ലെ കോൺഗ്രസ് MLA-മാർക്ക് പുല്ലുവില. കാരണം 44 ആളുകള് KC വേണുഗോപാലിനെ പിന്തുണച്ചിട്ടോ AICC അതെടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞിട്ട് വെറും 22 MLA-മാരുള്ള ലീഗ് പറയുന്നതും കേട്ട് സതീശനെ മുഖ്യമന്ത്രിയാക്കിയിട്ട് സതീശൻ ബി ഗോപകുമാറിനെ എന്തിനാണ് ഈ പറയുന്നത് പോലെ കക്ഷി നേതാവൊക്കെ ആക്കിയത്? മറ്റുള്ളവർക്കല്ലേ സീനിയോറിറ്റി എന്നൊക്കെ ചോദിക്കാൻ ഈ പറയുന്ന സതീശന് എന്തെങ്കിലും അർഹതയുണ്ടോ? BJP-യിലുള്ള 3 പേരും BJP MLA-മാരാ. അവര് തന്നെയാണ് അതിന്റെ കേന്ദ്ര നേതൃത്വം തന്നെയാണ് തിരഞ്ഞെടുത്തതും. ഒരു മറ്റു പാർട്ടിയിലെ ഏതെങ്കിലും ആളുകൾ പറഞ്ഞു കേട്ടല്ല. ഇതിപ്പോ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം ആളുകളും പിന്തുണച്ചിട്ടോ മുസ്ലിം ലീഗ് പറയുന്നതും കേട്ടല്ലേ ഈ പറയുന്ന സതീശൻ മുഖ്യമന്ത്രി ആയിട്ടുള്ളത്? ആ സതീശന് സീനിയോറിറ്റിയെ കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? സതീശന്റെ പിന്നിലോട്ട് നോക്കിയാൽ രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ എത്ര ആളുകൾ സീനിയോറിറ്റി ഉണ്ട്. അതിനൊക്കെ പുല്ല് വില കൊടുത്ത് പാണക്കാട്ടേക്ക് കോൺഗ്രസ് കൊണ്ടുപോയിട്ട് കോൺഗ്രസിന്റെ ആത്മാഭിമാനം നിലത്തിട്ട് ചവിട്ടി മെതിച്ചത് മലയാളികൾ കണ്ടതല്ലേ. ആ മലയാളികൾക്ക് മുന്നിലേക്ക് BJP-യോട് ഇങ്ങനെ ഇരന്ന് വാങ്ങണോ? ഏതായാലും ബി ഗോപകുമാർ നന്നായിട്ടങ്ങ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ബി ഗോപകുമാർ നിർത്തിയിട്ടില്ല. സതീശന്റെ വൻ തട്ടിപ്പും വലിച്ചു കയറിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് കേട്ടു. ഈ ഇടക്കാല ബഡ്ജറ്റ് കൊണ്ടുവന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ: മദ്യനികുതി കുറയ്ക്കണം. ഇത് ഒരു DKBD ലീഡാണ്. കർണാടക മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഡീല് മദ്യനയത്തെ സംബന്ധിച്ച്. എന്നാൽ കർണാടക ഗവൺമെന്റ് ആൽക്കഹോൾ ഇൻ ബിവറേജ് അവരുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്നു, വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറയ്ക്കാൻ. ഇവിടെയോ റെഡി ടു ഡ്രിങ്ക്. അവർ രണ്ടും സമാനമാണ്. വലിയൊരു ഏർപ്പാട് ഇവിടെ നടന്നിട്ടുണ്ട്. ആ ബഡ്ജറ്റില് എവിടെ ചർച്ച നടത്തിയിട്ട്, ഏത് മുന്നണിയിൽ ചർച്ച നടത്തിയിട്ട്, ഏത് ക്യാബിനറ്റിൽ ചർച്ച നടത്തിയിട്ട്, ഏത് നിയമസഭാ കമ്മിറ്റിയിൽ ചർച്ച നടത്തിയിട്ടാണ് ഈ നികുതി കുറച്ചത്? അതിന്റെ പിന്നില് വലിയൊരു അഴിമതിയുണ്ട്. ആ അഴിമതിയാണ് നമ്മൾ അന്വേഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇടക്കാല ബഡ്ജറ്റിൽ ഇത്ര ധൃതി പിടിച്ച് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒപ്പം ഇവിടെ വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട ഓപ്പറേഷൻ കൊടുങ്കാറ്റ് ഈ നയം നടപ്പിലാക്കിയപ്പോൾ അത് ഓപ്പറേഷൻ ഇളങ്കാറ്റായി മാറി. വലിയ പ്രചാരം കൊടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയെ അതിനെ തുരങ്കം വെക്കാൻ കൂടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നത്.
ഇതിന്റെ പിന്നിലുള്ള വലിയ അഴിമതി ഈ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് കർണാടക സംസ്ഥാനത്തില് ബഡ്ജറ്റിൽ ഇങ്ങനെ നീതി അതിന്റെ ചുവട പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ധനാഭ്യർത്ഥന ബിൽ വേണമെങ്കിൽ ഈ നികുതി വയോജനക്ഷേമത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ട ഇൻഷുറൻസ് പദ്ധതികൾക്കോ വേണ്ടി ഉപയോഗിക്കാമായിരുന്നല്ലോ. ഒറ്റ നികുതി മാത്രമാണ് ഏറ്റവും അധികം കുറച്ചത്, മദ്യത്തിന്റെ നികുതി. അതുകൊണ്ട് തന്നെ ഈ ധനാഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന്റെ പൊതുവികാരം മാനിച്ചിട്ടുള്ളതല്ല, മറിച്ച് ഈ ഇടക്കാല ബഡ്ജറ്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ അഴിമതിക്ക് വളം വെക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ ബഡ്ജറ്റിൽ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് ബി ഗോപകുമാർ ഈ പറയുന്ന VD സതീശനെ എടുത്തിട്ടൊക്കെ അലക്കിയിട്ടുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ പോകുന്ന വഴിക്ക് കൊടുത്തു രമേശ് ചെന്നിത്തലക്കും കണക്കിലിട്ട്. ഓപ്പറേഷൻ തൂഫാൻ അതായത് ഓപ്പറേഷൻ കൊടുങ്കാറ്റൊക്കെ കൂടി ഓപ്പറേഷൻ ഇളങ്കാറ്റായി മാറിയിരിക്കുന്നു. എവിടെ പോയി ചെന്നിത്തലയും പൊക്കിപ്പിടിച്ച് നടന്ന ആളുകളൊക്കെ ലഹരിക്കെതിരെ എന്നൊരു ഭാഗത്ത് രമേശ് ചെന്നിത്തല എന്തോ ചെയ്യുന്നു എന്ന് പറയാ. അതേ ചെന്നിത്തലയുള്ള അതേ മന്ത്രിസഭയിൽ അതിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുന്നു മദ്യത്തിന് ഇളവ് കൊടുക്കുന്നു, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് എന്ന്. ഇത് LDF സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കുമ്പോ 2 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് സതീശൻ തന്നെ പറഞ്ഞതാണ് അത്തരത്തിൽ ഇളവ് കുറച്ചു കൊടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ തുക കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കാനാണ്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്താനാണ് LDF സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞതാരാ? സതീശൻ. ആ സതീശൻ ഇത് നടപ്പിലാക്കുമ്പോ അത് വലിയ തട്ടിപ്പും വെട്ടിപ്പുമാണ് എന്ന് കൃത്യമായിട്ട് ബി ഗോപകുമാർ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ബി ഗോപകുമാർ എടുത്തു പറഞ്ഞത് കേട്ടില്ലേ? ഇത് കേരളത്തിന്റെ, ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുന്നു. ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ്, നികുതി ഇളവിനൊക്കെ ഇവരെന്താ കരുതുന്നത്? യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക? വലിയ പരസ്യം. ഇത് കുറച്ചേ ലഹരിയുള്ളൂ, കുറച്ചേ ഉള്ളൂ. വീര്യം കുറഞ്ഞ മദ്യ ഒന്ന് ടേസ്റ്റ് എടുത്ത് നോക്കൂ, ഒന്ന് ഉപയോഗിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. ഇതിൽ ഞങ്ങൾ നികുതിയും കുറച്ചിട്ടുണ്ട്, വിലയും കുറച്ചിട്ടുണ്ട്, ലഹരിയും കുറവാണ്, ശരീരത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അപ്പൊ നിങ്ങൾ അങ്ങ് എടുത്ത് ഉപയോഗിച്ചോളൂ എന്നല്ലേ ഉളുപ്പില്ലാതെ കേരള സർക്കാർ ഇപ്പോ മുന്നോട്ട് വെക്കുന്നത്? സതീശൻ എന്തൊക്കെയായിരുന്നു LDF സർക്കാരിനെ എതിർത്തത്, അതൊക്കെ തന്നെ ഇപ്പൊ UDF സർക്കാർ ചെയ്യുക കേരളത്തില്. ഇതിപ്പോ LDFും UDFും മാത്രമായിരുന്നു കേരള നിയമസഭയിൽ എങ്കിൽ ഇതൊക്കെ ആര് വിളിച്ചു പറയും? ഇവർക്കെതിരെ ഇതൊക്കെ ആര് വിളിച്ചു പറയുമായിരുന്നു? ഇപ്പോ BJPക്ക് 3 MLA-മാരുണ്ടായത് കൊണ്ട് ബി ഗോപകുമാറിനെ പോലെയുള്ള ശക്തമായിട്ടുള്ള ലീഡേഴ്സ് ഉള്ളത് കൊണ്ട് സതീശനേക്കാൾ എടുത്തിട്ട് അലക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് കേരള ജനത കൃത്യമായിട്ട് കേട്ടോണ്ടിരിക്കുക. UDF കേരള ജനതയെ വഞ്ചിക്കുക. എന്തിനാണ് ഇവിടെ മദ്യം ഇങ്ങനെ സുലഭമാക്കുന്നത്? എന്താണ് സതീശന്റെ ലക്ഷ്യം? കേരള ജനതയെ അങ്ങ് കുടിപ്പിക്കാനാണോ? എന്താണ് സതീശൻ ലക്ഷ്യം വെക്കുന്നത്? ഇതൊക്കെ ഏത് പാർട്ടിയിലുള്ള ബോധമുള്ള ആളുകളാണ് ഇതിനൊക്കെ പിന്തുണയ്ക്കുക? സതീശൻ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന് തുനിഞ്ഞിറങ്ങിയതല്ലേ? സതീശന്റെ ഭാഷയിലെ പറയുന്നത്. LDF ഇത് നടപ്പിലാക്കുമ്പോ അവർ തട്ടിപ്പ് നടത്തുമോ എന്ന് പറഞ്ഞ സതീശൻ ഇത് നടപ്പിലാക്കുമ്പോ സതീശനും തട്ടിപ്പിന് തന്നെയല്ലേ തുനിഞ്ഞിറങ്ങിയത്? ഇങ്ങനെ കേരള ജനതയെ കുടിപ്പിച്ചിട്ട് കട്ടുപിടിക്കാൻ സതീശനും കൂട്ടർക്കും നാണമില്ലേ?